അൻവറിന്റെ ചിഹ്നം ഗ്യാസ് സിലിണ്ടർ. ബേപ്പൂർ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് അൻവറിന്റെ മത്സരം. എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എന്തായാലും PV അൻവറിന്റെ ചിഹ്നം വന്നിരിക്കുകയാണ്. അത് ഗ്യാസ് സിലിണ്ടർ എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ വലിയ വിലയുള്ള സാധനമാണ് ഗ്യാസ് സിലിണ്ടർ. എന്തായാലും റിയാസിനെതിരെ മത്സരിക്കുമ്പോൾ PV അൻവറിന് ഈ ഗ്യാസ് സിലിണ്ടർ ചിഹ്നം എത്രമാത്രം ഉപകാരപ്രദമാകും? മറ്റുള്ളവരുടെയൊക്കെ ചിഹ്നങ്ങൾ ഏത് രീതിയിലാണ് ഈ സമയത്ത് അനുവദിച്ചിരിക്കുന്നത്? UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് PV അൻവർ മത്സരിക്കുന്നത്. PV അൻവറിന് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ ചിഹ്നം അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി AK ശശീന്ദ്രന് കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് ചിഹ്നം. നേരത്തെ NCPയുടെ ഔദ്യോഗിക ഭാഗമായി കഴിഞ്ഞ 20 വർഷമായി ക്ലോക്ക് ചിഹ്നത്തിലായിരുന്നു AK ശശീന്ദ്രൻ മത്സരിച്ചിരുന്നത്. ഇത്തവണയാണ് NCP പിളരുകയും 2 വിഭാഗമായി മാറുകയും ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പുതിയ ചിഹ്നം. എലത്തൂരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആളുകൾ ക്ലോക്ക് ചിഹ്നത്തിലാണ് ശശീന്ദ്രന് വോട്ട് ചെയ്തതെങ്കിൽ ഇത്തവണ ചിഹ്നം മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലിന്റെ ചിഹ്നം ബക്കറ്റാണ്. അതോടൊപ്പം കുന്നമംഗലത്തെ LDF സ്ഥാനാർത്ഥി PT റഹീമിന്റെ ചിഹ്നവും ബക്കറ്റാണ്. ഇതിൽ ഗ്യാസ് സിലിണ്ടർ ചിഹ്നം അനുവദിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രചരണം ചിഹ്നം വെച്ചുള്ള പോസ്റ്ററുകളും ബാനറുകളും എല്ലാം തന്നെ മണ്ഡലത്തിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ശരി പ്രസാദ്.